പ്രൈസ് ഗോഡ്. എൻ്റെ പേര് കിറ്റി. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈശോ എന്നെ എത്ര സ്നേഹത്തോടും എത്ര കരുതലോടും കൂടി എന്നെ കൊണ്ട് നടന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞൊരു 5 ഇയേഴ്സായിട്ട് എൻ്റെ നടുവിന് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. അപ്പം നടുവിന് വേദന ഉണ്ട് എന്നതിലുപരി എന്നെ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. സാധാരണഗതിയിൽ ഞാൻ ഒത്തിരി ഓടി നടക്കുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സും അങ്ങനെ ഭയങ്കര എന്താ പറയുക, ആളുകളുടെ കൂട്ടത്തിൽ നടക്കാനായിട്ട് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം എനിക്കങ്ങനെ ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാനോ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ഇറങ്ങി പോകാനോ ഓടി നടക്കാനോ ഒത്തിരി ട്രാവൽ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരുന്നു. സംവെയർ എല്ലാം ശരിയായിക്കോളും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുക, ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. അപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കും, ദൈവം എന്നെ ഇത്രയും നടത്തിയിട്ടുണ്ടല്ലോ, എനിക്ക് എന്തോരം നല്ല, അതായത് ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ, ഈശോയുടെ കൂടെ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും ഈശോ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. എണ്ണി പറയാൻ പാകത്തിന് കർത്താവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ അതിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം, ഇനി ഈശോയ്ക്ക് എന്നോട് സ്നേഹം കുറവാണോ, അതെയോ ഇനി ഞാൻ തെറ്റ് കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് കർത്താവ് എന്നെ മാറ്റി നിർത്തുന്നതാണോ, ഭയങ്കര ഡൗട്ടുകളായി. പിന്നെ ഞാൻ വേദിയല്ല, ഞാൻ കൊള്ളത്തില്ല, ഞാൻ അത്ര പോരാ, എനിക്കിതൊന്നും എന്താ പറയുക, ഈശോയുടെ കൂടെ നടക്കാനുള്ള യോഗ്യതയില്ല, ഇങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടും ഭയങ്കര എന്താ പറയുക, എൻ്റെ ലൈഫിനെ തന്നെ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ കുറേ പ്രശ്നങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദിവസം ചെല്ലുന്നവരും എൻ്റെ എന്താ പറയുക, ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ എനിക്ക് കൂടിക്കൂടി വന്നു. വീട്ടിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, അവിടെ എന്താ പറയുക, പുറത്ത് കാണാൻ പാകത്തിനോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാകത്തിനോ ഉള്ള ഒരു പ്രശ്നങ്ങളില്ലെന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലെ ആ ഒരു ഹോപ്പ് എന്ന് പറയുന്ന സാധനം പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പക്ഷെ ആകെ എന്താ പറയുക, ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈശോയായിട്ട് എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. പണ്ട് ഞാൻ ഒത്തിരി സംസാരിക്കുമായിരുന്നു ഈശോയുടെ അടുത്ത്, അപ്പോൾ അതുപോലെ ഒന്നും എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ എന്നെ ആകെ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്താ പറയുക, പാട്ട് കേൾക്കും, പാട്ട് പാടും. അപ്പോൾ ഒരു 2-3 പാട്ടുകൾ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായി കേൾക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു സെറ്റ് ഓഫ് പാട്ടുകളുണ്ട്. അപ്പം ഞാൻ ആ ഒരു പാട്ടുകളിൽ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ശരിക്കും എൻ്റെ ലൈഫിനെ അതെങ്ങനെ ബാധിച്ചു, എൻ്റെ ലൈഫിനെ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളൊരു സാധനം. സോ എനിക്ക് ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ലാണ്ട് രാവിലെ എണീക്കുന്നത് നമ്മളൊരു വിഷമത്തിലായിരുന്നു, സങ്കടത്തോടു കൂടി എഴുന്നേക്കുന്നത്. എങ്ങനെ എഴുന്നേക്കും, എങ്ങനെ കോളേജിൽ പോകും, എങ്ങനെ ഇതെല്ലാം ചെയ്യും, ഇതായിരുന്നു എനിക്ക്. ഫുൾ ടെൻഷൻ, ആങ്സൈറ്റി എല്ലാം ആയിരുന്നു. അപ്പം ഞാൻ കുളിക്കുന്ന സമയത്ത് പാട്ട് വയ്ക്കും. അപ്പോൾ ഈ പാട്ട് വയ്ക്കുമ്പോൾ ഞാൻ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നൊരു പാട്ടുണ്ടായിരുന്നു, ഹീൽ മീ ഓ ലോർഡ് and I will be healed, save me and I will be saved, heal me O Lord and I will be healed, for you are the one I praise. ഈ പാട്ടായിരുന്നു ഞാൻ സ്ഥിരമായി കേട്ട്, ഞാൻ കുളിക്കുന്ന സമയത്ത് ഇത് കേട്ടിരുന്ന് കരയുമായിരുന്നു. അതാകുമ്പോൾ ആരും അറിയത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഞാൻ പുറത്തു വരുന്ന കരയും. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം എനിക്ക് ഉള്ളിൽ എവിടെയോ ഈശോ എന്നെ വീണ്ടും എന്നെ കൂടെ കൂട്ടണേ എന്നായിരുന്നു എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈശോ എനിക്കൊരു സിറ്റുവേഷൻ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രാൻഡ് അങ്കിൾ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി നല്ല വയ്യാണ്ട് കിടന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് കാണാൻ പോവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പാട്ട് ഭയങ്കര പ്രിയപ്പെട്ടൊരു പാട്ടുണ്ടായിരുന്നു. അത് ഒട്ടും വയ്യ, വീൽ ചെയറിലാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, തന്നെത്താനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ പുള്ളി സ്ഥിരം കേൾക്കുന്നൊരു പാട്ടുണ്ട്. പുള്ളിക്ക് പാട്ട് ഭയങ്കര പുള്ളി കേൾക്കുന്നൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ആ പാട്ടിങ്ങനെയാണ്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല,
ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ അവനുള്ളതായി. അങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സോങ്. അപ്പോൾ ഞാനതിങ്ങനെ കണ്ടിന്യൂസ് പിന്നെ അപ്പോൾ ഞാൻ ഈ പാട്ട് കേൾക്കാൻ തുടങ്ങി. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് അത്രയും അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരുന്നിട്ടും അങ്ങനെ ഒരു പാട്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ധ്യാനിക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെയൊക്കെ അവസ്ഥ എന്തൊരു ചെറിയ കാര്യമാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിട്ടും എനിക്ക് അതിനകത്തൊന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല, എനിക്കൊരു പ്രത്യാശ കാണാൻ പറ്റുന്നില്ല, എൻ്റെ ഭാവി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പക്ഷെ ഈശോ പല ആളുകളിൽ കൂടെ, പല സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ ഈശോ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി. ഹി പുട്ട് മീ ഇൻ എ സിറ്റുവേഷൻ വെയർ ഐ വാസ് ഏബിൾ ടു ഫൈൻഡ് ഹോപ്പ്. അപ്പോൾ ഹോപ്പ് കാണാന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കും നമുക്ക് ഞാൻ അങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്ത് എൻ്റെ ഭാവിനെ സുരക്ഷിതമാക്കണം, അല്ലെ എൻ്റെ സ്പിരിച്വാലിറ്റിനെ ഞാൻ ഇങ്ങനെ റെഡിയാക്കണം. നമ്മളൊരു ഡെഡ് ലൈൻ വെക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തോ ഒരു പോയിന്റ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് എയിം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഒരിക്കലും അതൊന്നും നമ്മുടെ ആരുടെയും കഴിവോ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഈശോയിലേക്ക് എത്രത്തോളം വിട്ടുകൊടുക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് എന്താ പറയുക അങ്ങോട്ടേക്കൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശേഷം ഈശോ എന്നെ അത് പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടായിരുന്നു ഇത്. അങ്ങേ മാത്രം നോക്കുന്നു, അങ്ങിൽ മാത്രം ചായുന്നു, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ. ഇത് ഞാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് കേൾക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ മറ്റേ നമ്മുടെ സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക്കിൻ്റെ ഒക്കെ ലാസ്റ്റ് ഹൈലൈറ്റ്സ് വരുമല്ലോ, ഇയർ വോൾ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫുള്ള് പാട്ടുകളുടെ ലിസ്റ്റ് ഇതാണ്. ഞാനങ്ങനെ ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള അങ്ങനത്തെ ഒരാളൊന്നുമല്ല, പക്ഷേ എൻ്റെ പാട്ടിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ ബാക്കി എല്ലാ പാട്ടുകളും കേൾക്കും, പക്ഷേ നമ്പർ ഓഫ് ടൈംസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടിരിക്കുന്ന ഈ പാട്ടുകളായിരിക്കും. ബിക്കോസ് ഇതാണ് എനിക്ക് ഹോപ്പ് തന്നുകൊണ്ടിരുന്ന ഒരു സാധനം. അപ്പം അങ്ങനെ ഇത് പറഞ്ഞാൽ എൻ്റെ ലൈഫിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് എന്നെ കൊണ്ടല്ല, ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്, കർത്താവാണ് എന്നെ, പുള്ളിക്ക് ഇഷ്ടമുള്ള വഴി കൂടെ പുള്ളി എന്നെ കൊണ്ടുപോകുന്നേ, അല്ലാതെ എൻ്റെ അധ്വാനം കൊണ്ടൊന്നും അല്ലാന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു. അതും കഴിഞ്ഞു ഈശോയിൽ ഞാൻ വിട്ടുകൊടുക്കാൻ റെഡിയായ ആ ഒരു പോയിന്റിൽ ഈശോ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ നടത്താൻ, ലൈഫിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈശോ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആകെ നന്ദി മാത്രമേ പറയാനുള്ളൂ. ഞാനിപ്പോൾ സ്ഥിരം കേൾക്കുന്നൊരു പാട്ടെന്ന് പറയുന്നത് ഐ താങ്ക് ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. എനിക്ക് പാടാൻ അറിയത്തില്ല, പക്ഷേ ഈ പാട്ടാണ് ഞാൻ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എനിക്കറിയത്തില്ല, എന്തോ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഞാൻ എന്തിനോ വേണ്ടി വിഷമിക്കുകയോ എന്തിനോ വേണ്ടി കരയുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഈശോ എന്നെ എന്നും രാവിലെ ഒത്തിരി പ്രത്യാശയോടുകൂടി എഴുന്നേൽക്കാനായിട്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഓ ദൈവമേ ഈ ഒരു ദിവസം അടിപൊളിയായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ച് എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈശോ എന്നെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കറിയാം എൻ്റെ ചുറ്റുമുള്ള ഒത്തിരി ആളുകൾക്കും കാണുന്ന ഒത്തിരി ആളുകൾക്കും ഒക്കെ ഇതേ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടാവും. നമുക്കിങ്ങനെ പറയത്തക്ക രീതിയിൽ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ കരച്ചിലോ അങ്ങനെയൊന്നും അല്ലായിരിക്കും. പക്ഷെ ഒരു പ്രത്യാശ കാണാൻ പറ്റാതെ, ഭാവി എന്താണെന്ന് അല്ലെ നാളെ എങ്ങനെയാവുമെന്ന് ഒത്തിരി ആങ്സൈറ്റി ഉള്ള ആളുകൾ ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് എല്ലായിടത്തും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, ആ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുക, പിടിച്ചിരിക്കുക. ഈശോ നമ്മളെ വിട്ട് കളയത്തില്ല ഒരിക്കലും. അപ്പോൾ ആ പ്രത്യാശ സ്ട്രോങ് ആയിട്ട്, ബിക്കോസ് ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് വെരി സ്പെഷ്യലാണ്. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നമ്മുടെ ലൈഫിൽ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും
നടത്തിയിരിക്കും. സോ നമുക്കുള്ള ഒറ്റ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈസ് ടു ട്രസ്റ്റ് ഇൻ ഹിസ് ടൈമിങ്.